ഒരു കാര്യം ഇപ്പൊ ഗായത്രി സംസാരിച്ചപ്പോ ഇതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു വാക്ക് പറഞ്ഞല്ലോ, എന്താ ഗുരുവായൂരപ്പനെ കാണാഞ്ഞിട്ട് എനിക്ക് എന്നായിരുന്നു ഒരു കാൽപ്പനിക ഇഷ്ടം അങ്ങനെയല്ലേ പറഞ്ഞേ? ഇങ്ങനെ ഒന്നും പറയുന്ന ഗായത്രി ഞാൻ കണ്ടിട്ടേയില്ല. നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ വന്നിരിക്കുക. ഈ അടുക്കളയിൽ ഇങ്ങനെ ഉപയോഗിക്കില്ലേ? ഞാനിവിടെ സമാധാനം എടുത്തിട്ട് കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് നിനക്ക് സഹിക്കണില്ലല്ലേ? ഈ വാക്കുകളൊക്കെ എവിടുന്ന് എപ്പോ എങ്ങനെ അവനെ ജനിച്ച് പത്രം വായിച്ചിട്ടില്ല, പിന്നല്ലേ പുസ്തകം. അതാണ് കുഴപ്പം. പത്രവും പുസ്തകവും ഒക്കെ വായിച്ച് ഈ വാക്കുകളൊക്കെ കിട്ടും. ഗായത്രി ഒരു കാര്യം ഞാൻ പറയാം, ഈ ഒരു സംഭവം മാറ്റി നിർത്തിയിട്ടേ പഴയ ഒരു ഗായത്രി ആവോ? സാരമില്ല, ഇങ്ങോട്ട് പോകുന്നപ്പോ ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ച അന്ന് പഴയ ഗായത്രി അവൻ ഞാൻ മിണ്ടാതിരിക്കാൻ. പക്ഷെ ഞങ്ങൾ ആ ലൊക്കേഷനിലൊന്നും കണ്ടേയില്ല. നിന്നെ പോലെ വിവരമില്ലാത്തവരുടെ അടുത്ത് എന്തോ വിവരമില്ലാത്തവർക്ക് മനസ്സിനകത്ത് കളങ്കമില്ല, വിവരം കൂടുമ്പോഴാണ് കളത്തരം വരുന്നത്. അത് പറയാൻ എനിക്കൊരു നാണവുമില്ല. അല്ലെ, ഞാനൊന്നല്ല, എന്റെ പ്രേക്ഷകർക്കൊക്കെ ഫീൽ ചെയ്ത്. ശരിക്കും ഈ ഒരു ചേഞ്ച് വരാൻ തന്നെ ഒരുപാട് ബുക്സ് ഒക്കെ വായിക്കും. ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. നമ്മളൊരു സമൂഹത്തിൽ കെട്ടുപണഞ്ഞ് ജീവിക്കുന്നവരല്ലേ, അല്ലാതെ ഒറ്റയ്ക്ക് തിരിഞ്ഞു നിന്ന് ജീവിതം എന്ന് പറയണത് ഇല്ല, ആർക്കും ഇല്ല. ഉണ്ടെന്ന് ധരിക്കുന്നുണ്ട്, അത് മടയത്തരം മാത്രമാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് എല്ലാം സത്യമല്ലേ ചേട്ടാ? പോയിന്റ് എന്റെ അമ്മായിയമ്മയ്ക്ക് നീ പ്രിയപ്പെട്ട മരുമോളായി ഒരു സ്പേസ് നീ കണ്ടെത്തിയതാ, ആരും പിടിച്ച് അതിലേക്ക് നിർത്തിയതല്ല. ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശം? ഉള്ളിൽ അർത്ഥമുണ്ട്. നമുക്ക് ബേസ് ഒരു കോമൺ സെൻസ് ഉണ്ട് ഗായത്രി. നമ്മളെ കെട്ടിച്ച് വിട്ടിരിക്കുകയാണെന്നുള്ളത് കെട്ടിച്ച് പോകുന്ന പെണ്ണിനെ അറിയാലോ. അതെ, രത്നകുമാരി അമ്മ പറഞ്ഞത് വളരെ ശരിയാണ്. അത് അറിയണം. അത്രയും വിവരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇല്ലേ? സംശയമുണ്ട്, ന്യൂ ജനറേഷൻ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത്. അതെ, ശരിയാണ്. ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാ പറയില്ലല്ലേ? ഒരിക്കലും ഇല്ല. ഞാൻ പിള്ളേരെ സപ്പോർട്ട് ചെയ്യും. പിന്നെ പെൺകുട്ടികളാണെങ്കിൽ ഞാൻ ബേസ് അറിയണം. ഞാൻ നിർത്തിയാണ് ഭർത്താവ് ചൊറിഞ്ഞു. നമ്മള് തർക്കിച്ച് തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി. അനിയുടെ അഭിപ്രായങ്ങളോടൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് എനിക്കുണ്ട്. എന്താ നിന്റെ ഉദ്ദേശം? പെണ്ണാണെങ്കിലും ആണാണെങ്കിലും വളരെ കൃത്യമായി നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അറിയാം, നമ്മുടെ വ്യക്തിത്വത്തെ കുറിച്ച് അറിയാം. ആകപ്പാടുന്നൊരു ദുർദിനമായിരുന്നു, പല അത്യാഹിതങ്ങളും സംഭവിച്ചു. പെണ്ണിന് മാത്രം കൽപ്പിച്ചു കൊടുത്തു എന്ന് പറയാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ വേറെന്തോ പറയാൻ വന്നാണ്, ഞാൻ പെട്ടെന്ന് മറന്നുപോയി, വേണ്ടായിരുന്നു. ആണിന് തികഞ്ഞ ആണത്വം ഉത്തരവാദിത്വം ഉണ്ടാകും, പെണ്ണിന് തികഞ്ഞ സ്ത്രീത്വവും ഉത്തരവാദിത്വം ഉണ്ടാകും. പെണ്ണിന് മാത്രം കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പണിയില്ല. എന്നുള്ളിടത്ത് ഞാൻ നന്നായി ഡിഫർ ചെയ്യുന്നുണ്ട്. ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്ന് പറയുന്ന എന്റെ സ്വഭാവം നമ്മൻ അറിയാലോ, അതുകൊണ്ട് പറഞ്ഞ ഒന്നും തോന്നരുത് കേട്ടോ. പെൺകുട്ടി ഒരു പടി താന്നു നിന്നാൽ ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇയാളിതൊന്നും പറഞ്ഞിട്ടാണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശവും നമ്മൾ നോക്കണമല്ലോ.